ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഭാരതം 111 സ്ഥാനത്താണെന്നാണ് പ്രൊഫസർ മേരി ജോർജ് അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നത്. മോഡിയോടുള്ള വിരോധം കാരണം വായിൽ തോന്നുന്നത് പാടി നടക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ശരിക്കും എങ്ങനെ പ്രൊഫസറായി എന്നുള്ളത് അന്വേഷിക്കേണ്ട വിഷയമാണ്. UN അല്ല ഈ ഇൻഡെക്സ് ഇറക്കിയിരിക്കുന്നത്. കൺസേൺ വേൾഡ് വൈഡ് എന്ന് പറയുന്നൊരു സംഘടനയാണ് ഈ ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ അവരുടെ അഡ്രസ് നോക്കിയപ്പോൾ ഈ സംഘടന UK-യിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UK-യിലുള്ള ഒരു ഡൂക്ലി സംഘടനയാണ് ഈ ഇൻഡെക്സ് ഇറക്കിയിരിക്കുന്നത്. ഇനി ഈ ഇൻഡെക്സ് നോക്കാം. പട്ടിണി കൊണ്ട് ഗതികെട്ട് കിടക്കുന്ന ശ്രീലങ്ക ഭാരതത്തിന്റെ മുകളിൽ 60ാം സ്ഥാനത്താണ്. ശ്രീലങ്കയ്ക്ക് അരി വാങ്ങിക്കാൻ ഇന്ത്യയാണ് പണം കൊടുക്കുന്നത്. ആ ശ്രീലങ്ക 60ാം സ്ഥാനത്താണ്. വേറെ ഭാരതം 111ാം സ്ഥാനത്താണ്. ഒരു ചാക്ക് ഗോതമ്പിന് വേണ്ടി ആളുകളെ കൊല്ലുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ ഭാരതത്തിന്റെ മുകളിലാണ്. എച്ചിൽ നിന്ന് ജീവിക്കുന്ന രാജ്യമാണ് വെനിസ്വേല. ആ വെനിസ്വേലയും ഭാരതത്തിനേക്കാളും മുകളിലാണ്. ഇതും നമ്മൾ വിശ്വസിക്കണം. 305% വെനിസ്വേലയിലെ പണപ്പെരുപ്പം. ഏറ്റവും മുകളിലുള്ള 18ാമത്തെ രാജ്യമാണ് ടർക്കിയാണ്. ഈ ടർക്കിയും അവിടുത്തെ 50% ഈ ടർക്കിയിലെ പണപ്പെരുപ്പം. അങ്ങനെയുള്ള ടർക്കിയാണ് ഏറ്റവും മുകളിൽ 18ാം സ്ഥാനത്ത് വരുന്നത്. ഇതും നമ്മൾ വിശ്വസിക്കണം. ഭാരതത്തില് 80 കോടി ആളുകൾക്ക് എല്ലാ മാസവും 35 കിലോ ധാന്യം മോഡി സർക്കാർ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അതായത് 80 കോടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭാരതത്തിൽ പട്ടിണി ഉണ്ടാവുന്നത്? FCI ഗോഡൌണിൽ, നമ്മുടെ ഭാരതത്തിന്റെ FCI ഗോഡൌണിൽ നമുക്ക് ഭാരതത്തിന് ആവശ്യമുള്ളതിന്റെ 4 ഇരട്ടി ധാന്യം സ്റ്റോക്കുണ്ട്. അതിൽ നിന്നാണ് സൗജന്യമായിട്ട് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഫുഡ് സെക്യൂരിറ്റി യോജന വഴിയിട്ട് ഇപ്പോൾ ഈ ധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ധാന്യം നമ്മുടെ സ്റ്റോക്കുള്ള ഭാരതത്തിൽ ജനങ്ങൾ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? ഇത് ആർക്കാണ് ഇത് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇന്ന് ഭാരതത്തിൽ ആവശ്യമുള്ളതിൽ വളരെയധികം കൂടുതൽ ധാന്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൽ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സാമാന്യ ബുദ്ധിയില്ല. ഈ സൈറ്റിലെ വിവരങ്ങൾക്ക് യാതൊരു ആധികാരികതയില്ല. ഇവര് വെറുതെ ആ സൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വെറുതെ പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സംഘടന ഈ ഒരു ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ അത് പൊക്കി നടക്കാൻ വേണ്ടി മേരി ജോർജും അതുപോലുള്ള ബാക്കി കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഇങ്ങനെ ഉത്സാഹം കാണിച്ചു നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉഡായിപ്പ് സംഘടനയുടെ ഇൻഡെക്സും കൊണ്ടിട്ടാണ് ശ്രീമതി മേരി ജോർജ് മോഡിയെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇവര് പ്രൊഫസർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.